100 വർഷം പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു അസുഖവുമില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പണ്ടുള്ളവർ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിച്ചിരുന്നു എന്ന് നാം എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ഹൃദ്രോഗവും പ്രമേഹവും മറ്റ് പലവിധത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങളും സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? നാം എവിടെയാണ് തെറ്റ് ചെയ്യുന്നത്? ശാസ്ത്രം ഇത്രയധികം വളർന്നിട്ടും പുതിയ മരുന്നുകളും ചികിത്സാരീതികളും വന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ആരോഗ്യം നാൾക്കുനാൾ മോശമായിക്കൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നാം എങ്ങോട്ടും പോകേണ്ടതില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും പണ്ഡിതനുമായ ചാണക്യൻ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ചാണക്യൻ എന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രീയവും സമ്പദ്വ്യവസ്ഥയും മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ മനുഷ്യജീവിതത്തിലെ എല്ലാ മേഖലകളെക്കുറിച്ചും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എപ്പോൾ ഉറങ്ങണം തുടങ്ങി ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കാനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചാണക്യനീതിയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ശരീരവും മനസ്സും ഒരുപോലെ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ ഒരു മനുഷ്യന് പൂർണ്ണമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കൂവെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ കേവലം ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്താനുള്ള വഴികൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് പറയുന്ന പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം തന്റെ കൃതികളിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിൽ സംശയമില്ല. ഈ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ചാണക്യൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് മനുഷ്യന്റെ ദഹനപ്രക്രിയയ്ക്കാണ്. ദഹനം ശരിയായി നടന്നില്ലെങ്കിൽ അത് സർവ്വരോഗങ്ങൾക്കും കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു ശ്ലോകം വളരെ പ്രശസ്തമാണ്. ഭക്ഷണം കഴിച്ചതിനു ശേഷം ഉടനെ വെള്ളം കുടിക്കുന്നത് വിഷത്തിനു തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അല്പം വെള്ളം കുടിക്കുന്നത് അമൃതിന് തുല്യമാണ്. അതുപോലെ ഭക്ഷണം ദഹിച്ചതിനു ശേഷം വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഔഷധമായി മാറുന്നു. ഇതിനു പിന്നിലെ ശാസ്ത്രീയമായ കാരണം വളരെ വ്യക്തമാണ്. നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ സമയത്ത് ധാരാളം വെള്ളം കുടിച്ചാൽ ആ ദഹനരസങ്ങളുടെ വീര്യം കുറയുകയും ദഹനം തടസ്സപ്പെടുകയും ചെയ്യും. ഇത് അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിനു ശേഷം മാത്രമേ ധാരാളം വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അതുപോലെ വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നതും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. മുൻപ് കഴിച്ച ഭക്ഷണം പൂർണ്ണമായും ദഹിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ അടുത്ത ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അല്ലാത്തപക്ഷം അത് ശരീരത്തിൽ വിഷാംശമുണ്ടാക്കാൻ കാരണമാകും. ഇന്ന് പലരും സമയക്രമം പാലിക്കാതെയും വിശപ്പില്ലാതെയും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇതാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം. ആരോഗ്യം നിലനിർത്താൻ എന്ത് കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. മനുഷ്യന്റെ ആമാശയത്തെ പകുതി ഭാഗം ഭക്ഷണത്തിനും 1/4 ഭാഗം വെള്ളത്തിനും ബാക്കി 1/4 ഭാഗം വായുവിനുമായി മാറ്റിവെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വയറുനിറയെ ഭക്ഷണം കഴിക്കുന്ന ശീലം പൂർണ്ണമായും ഉപേക്ഷിക്കണം. ശരീരത്തിനാവശ്യമായ ഊർജ്ജം ലഭിക്കാൻ മിതമായ ഭക്ഷണം മതിയാകും. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ആയുസ്സ് കുറയ്ക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. പാൽ, നെയ്യ്, ഇലക്കറികൾ, ധാന്യങ്ങൾ എന്നിവ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിട്ടുണ്ട്. മാംസാഹാരം കഴിക്കുന്നതിനേക്കാൾ ശരീരത്തിന് ഗുണം ചെയ്യുന്നത് സസ്യാഹാരമാണെന്നും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. പുതിയതായി ഉണ്ടാക്കിയ ചൂടുള്ള ഭക്ഷണം വേണം കഴിക്കാൻ. പഴകിയതും തണുത്തതുമായ ഭക്ഷണം പലവിധത്തിലുള്ള രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കാനും ശ്രദ്ധ പൂർണ്ണമായും ഭക്ഷണത്തിൽ നൽകാനും അദ്ദേഹം പറയുന്നു. ഇത് ദഹനം എളുപ്പമാക്കാനും ഭക്ഷണത്തിന്റെ പൂർണ്ണഗുണം ശരീരത്തിന് ലഭിക്കാനും സഹായിക്കും. താഴെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ദഹനം എളുപ്പമാക്കാനും സഹായിക്കുമെന്ന് പഴയകാല ആയുർവേദ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഉപവാസത്തിന് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും ഉപവസിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. നാം ദിവസവും ജോലി ചെയ്യുന്നത് പോലെ നമ്മുടെ ദഹനവ്യവസ്ഥയും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപവാസം അതിനൊരു വിശ്രമം നൽകുന്നു. ഈ സമയത്ത് ശരീരം സ്വയം അറ്റകുറ്റപ്പണികൾ നടത്തുകയും പഴയ കോശങ്ങളെ നശിപ്പിച്ച് പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടും പ്രചാരമുള്ള പല ഡയറ്റ് രീതികളുടെയും അടിസ്ഥാനം ഇതേ ഉപവാസമാണ്. എന്നാൽ അമിതമായ ഉപവാസം ശരീരത്തെ ക്ഷീണിപ്പിക്കുമെന്നും ഓരോ വ്യക്തിയും തങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് വേണം ഉപവാസം അനുഷ്ഠിക്കാനെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്.
ഉപവാസ സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളമായി കുടിക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് അല്പനേരം ഉപവസിക്കുന്നതാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ശരിയായ ഭക്ഷണക്രമം പോലെ തന്നെ പ്രധാനമാണ് വിശ്രമവും ഉറക്കവും. രാത്രിയിൽ നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നത് ആരോഗ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പാണ്. സൂര്യോദയത്തിന് മുൻപുള്ള സമയത്തെ അദ്ദേഹം വളരെ പുണ്യമേറിയതായി കണക്കാക്കുന്നു. ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് ശരീരത്തിനും മനസ്സിനും അളവറ്റ ഊർജ്ജം നൽകും. പ്രഭാതത്തിലെ ശുദ്ധമായ വായു ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കുറച്ച് സമയം നടക്കാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. നടക്കുന്നത് ഏറ്റവും മികച്ച വ്യായാമമാണെന്നും അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഉന്മേഷം നൽകുമെന്നും അദ്ദേഹം പറയുന്നു. പച്ചപ്പുല്ലിലൂടെ ചെരുപ്പില്ലാതെ നടക്കുന്നത് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കും. രാത്രി വൈകി ഉറങ്ങുന്നതും രാവിലെ വൈകി എഴുന്നേൽക്കുന്നതും ദാരിദ്ര്യത്തിനും രോഗങ്ങൾക്കും കാരണമാകുമെന്ന് അദ്ദേഹം ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യന് കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ തടസ്സമില്ലാത്ത ഉറക്കം ആവശ്യമാണ്. ഉറക്കമില്ലായ്മ മാനസിക സമ്മർദ്ദത്തിനും ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയാനും കാരണമാകും. ശാരീരിക ആരോഗ്യത്തെക്കാൾ ഉപരിയായി മാനസിക ആരോഗ്യത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിരുന്നു. മനസ്സ് രോഗഗ്രസ്തമായാൽ അത് വളരെ വേഗം ശരീരത്തെയും ബാധിക്കും. ദേഷ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. അമിതമായ ദേഷ്യം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ശാന്തത പാലിക്കാൻ ശീലിക്കണം. അതുപോലെ മറ്റുള്ളവരോടുള്ള അസൂയ, വെറുപ്പ്, പക തുടങ്ങിയ വികാരങ്ങൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. എപ്പോഴും സന്തോഷവാനായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മരുന്ന്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതും നാളെയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നതും വിഡ്ഢിത്തമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക. മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ബോധപൂർവം ഒഴിഞ്ഞുമാറാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾ നമ്മുടെ ഊർജ്ജം ചോർത്തിക്കളയും. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതും അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതും മാനസികോല്ലാസം വർദ്ധിപ്പിക്കും. ദുർജന സംസർഗം ഒഴിവാക്കി സജ്ജനങ്ങളോടുകൂടി ഇടപഴകുക എന്നത് ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ വായനശീലമാക്കുന്നതും പുതിയ അറിവുകൾ നേടുന്നതും തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. എപ്പോഴും ക്രിയാത്മകമായി ചിന്തിക്കുന്നവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുന്നത് എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കും. ശുചിത്വം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നു. ദിവസവും 2 നേരം കുളിക്കുന്നത് ശരീരത്തിലെ അഴുക്കുകൾ മാറ്റാൻ മാത്രമല്ല, മനസ്സിന് ഉന്മേഷം നൽകാനും സഹായിക്കും. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, നഖങ്ങളും മുടിയും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ പോലും ആരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഴുക്കും മാലിന്യങ്ങളും നിറഞ്ഞ ചുറ്റുപാടിൽ ജീവിക്കുന്നത് പകർച്ചവ്യാധികൾക്ക് കാരണമാകും. അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും വീടിനുള്ളിൽ നല്ല അന്തരീക്ഷം നിലനിർത്തുന്നതും പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കും. ആഴ്ചയിലൊരിക്കൽ ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് വാതസംബന്ധമായ അസുഖങ്ങളെ അകറ്റി നിർത്താനും ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും വാർദ്ധക്യത്തെ അകറ്റി നിർത്താനും സഹായിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. രാവിലെയുള്ള ഇളംവെയിൽ കൊള്ളുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. പലപ്പോഴും നാം പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോകുന്നു. പണം ആവശ്യമാണ്, എന്നാൽ അത് ആരോഗ്യത്തെ ബലികഴിച്ചുകൊണ്ടാകരുത്. സമ്പത്തുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ ശരീരത്തിന് ആരോഗ്യം കൂടി വേണ്ടേ? അമിതമായ അധ്വാനം ശരീരത്തെ തളർത്തും. ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ മതിയായ വിശ്രമവും വിനോദവും ജീവിതത്തിലുണ്ടായിരിക്കണം. അത്യാഗ്രഹം ഒരിക്കലും പാടില്ല. ഉള്ളതുകൊണ്ട് സംതൃപ്തിയടയാൻ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. ഭാവിയിലുണ്ടാകാനിടയുള്ള രോഗങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി കുറച്ച് പണം കരുതിവെക്കാനും അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരാതിരിക്കുന്നത് ഒരാളുടെ ആത്മാഭിമാനം നിലനിർത്താൻ സഹായിക്കും. മാനസികമായ തകർച്ച പലപ്പോഴും ശാരീരികമായ തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. ശരീരത്തിലെ ഊർജ്ജം അനാവശ്യമായി പാഴാക്കിക്കളയരുത് എന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ലൈംഗികത ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും അതിലെ അമിതാസക്തി ശരീരത്തെയും ബുദ്ധിയെയും ദുർബലപ്പെടുത്തും. സ്വന്തം പങ്കാളിയോടുള്ള വിശ്വസ്തതയും സ്നേഹവും ആരോഗ്യകരമായ കുടുംബജീവിതത്തിനും അതുവഴി മികച്ച ആരോഗ്യത്തിനും കാരണമാകുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് ഏത് രോഗത്തെയും തോൽപ്പിക്കാൻ സാധിക്കും. ധ്യാനവും പ്രാണായാമവും ശീലിക്കുന്നത് ഇന്ദ്രിയ നിയന്ത്രണത്തിനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ശ്വാസകോശത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കും. പ്രായം കൂടുന്തോറും നമ്മുടെ ജീവിതശൈലിയിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. വാർദ്ധക്യത്തിൽ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ. അതുപോലെ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് വാർദ്ധക്യത്തിലെ ഏകാന്തത ഒഴിവാക്കാൻ സഹായിക്കും. പ്രകൃതിയോടിണങ്ങി ജീവിക്കുക എന്നതാണ് പൂർണ്ണ ആരോഗ്യത്തിനുള്ള അവസാനത്തെ താക്കോൽ. നാം ഈ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയിലെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
ഋതുക്കൾക്കനുസരിച്ച് വേണം നമ്മുടെ ഭക്ഷണവും ജീവിതരീതിയും ക്രമീകരിക്കാൻ. മഴക്കാലത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങളല്ല വേനൽക്കാലത്ത് കഴിക്കേണ്ടത്. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് ഡോക്ടറെ കാണേണ്ടിവരില്ല. മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കുന്നതും പ്രകൃതിയെ സംരക്ഷിക്കുന്നതും നമ്മുടെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ശരീരത്തെ ഒരു അമ്പലമായി കണ്ട് സംരക്ഷിക്കുന്നവൻ എക്കാലവും രോഗമുക്തനായിരിക്കും. ദോഷങ്ങളായ വാതം, പിത്തം, കഫം എന്നിവയെ തുല്യമായി നിലനിർത്താൻ ശരിയായ ഭക്ഷണവും ചിട്ടയായ ജീവിതവും അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി പകർത്താൻ കഴിയുന്ന ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ, അച്ചടക്കമുള്ള ഒരു ജീവിതശൈലിയിലൂടെ മാത്രമേ ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കൂ എന്നാണ് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഭക്ഷണത്തിലെ മിതത്വം, കൃത്യമായ വ്യായാമം, മാനസിക ശാന്തത, പ്രകൃതിയോടുള്ള ഇണക്കം ഇത്രയുമാണ് ആ വലിയ രഹസ്യം. പുതിയ കാലത്തെ തിരക്കുകൾക്കിടയിലും കുറച്ചു സമയം സ്വന്തം ശരീരത്തിനും മനസ്സിനുമായി മാറ്റിവെക്കാൻ നാം തയ്യാറാകണം. അങ്ങനെയെങ്കിൽ രോഗങ്ങളില്ലാത്ത സന്തോഷം നിറഞ്ഞ ഒരു ദീർഘായുസ്സ് നമുക്ക് സ്വന്തമാക്കാം.